കേരളത്തിൽ നിന്നുള്ള സ്ത്രീ തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിന് പോവുക ദേശീയ പതാക ആലേഖനം ചെയ്ത ശിരോവസ്ത്രവുമായി. സ്ത്രീകളുടെ സംരക്ഷണവും സഹായവും ഉറപ്പാക്കിയുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഈ പരിഷ്കരണം ഇന്ത്യയിലെ തന്നെ ആദ്യ ചുവടുവെപ്പാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തു നിന്നുള്ള മുഴുവൻ സ്ത്രീകളും ദേശീയ പതാക ആലേഖനം ചെയ്ത ശിരോവസ്ത്രം ധരിച്ച് ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. തീർത്ഥാടകരെ ആൾക്കൂട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാനും കൂട്ടം തെറ്റിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തീർത്ഥാടകരുടെ തട്ടത്തിൽ ദേശീയ പതാക ആലേഖനം ചെയ്ത സ്റ്റിക്കർ ഏർപ്പെടുത്തിയത്. സ്ത്രീകളായ ഹജ്ജുമ്മമാരുടെ ശിരോവസ്ത്രത്തിൽ തയ്പ്പിച്ചു പിടിപ്പിക്കാനായി 2 സ്റ്റിക്കറാണ് ഹജ്ജ് കമ്മിറ്റി നൽകുന്നത്. കറുത്ത പ്രതലത്തിലുള്ള തുണിയിൽ ഇരുഭാഗങ്ങളിലുമാണ് ദേശീയ പതാക ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇവയിൽ അൽഹിന്ദ് എന്ന അറബിയിലും ഇന്ത്യ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എന്ന ഇംഗ്ലീഷിലും കേരളമെന്ന മലയാളത്തിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ തീർത്ഥാടകരുടെ കവർ നമ്പർ, തീർത്ഥാടന വേളയിൽ സഹായികളായി വരുന്ന വളണ്ടിയറുടെ മൊബൈൽ നമ്പർ എന്നിവയും എഴുതി ചേർത്തിട്ടുണ്ട്. ശിരോവസ്ത്രത്തിന്റെ പിറകിൽ കഴുത്തിന് താഴെയായി ഹജ്ജ് കമ്മിറ്റി തുണിയിൽ തയ്യാറാക്കിയ സ്റ്റിക്കർ തയ്ച്ചുവയ്ക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹജ്ജ് വേളയിൽ സുരക്ഷിതത്വവും സഹായവും ഉറപ്പാക്കിയുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഈ പുതിയ പരിഷ്കരണത്തിന് ഇതിനോടകം തന്നെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രശംസ ലഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇത്തവണ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി എളമ്പച്ചിയിൽ നടത്തിയ മാർഗനിർദ്ദേശ ക്ലാസിൽ തിരിച്ചറിയൽ കാർഡും ഒപ്പം സ്റ്റിക്കറുകളും വിതരണം ചെയ്തു. തീർത്ഥാടകരെ തിരിച്ചറിയാനായി കയ്യിൽ കെട്ടുന്നതിന് കവർ നമ്പർ ആലേഖനം ചെയ്ത ലോഹവളയും ടാഗും നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ സ്ത്രീ തീർത്ഥാടകർ കൈയടക്കം വസ്ത്രത്തിൽ മൂടുന്നതിനാലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സ്റ്റിക്കർ തയ്യാറാക്കിയത്.